അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് ഇഞ്ചി ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. മുടിയുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒരു ചേരുവ നമ്മുടെ എല്ലാം അടുക്കളയിൽ എപ്പോഴും ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇഞ്ചി ഉണ്ടാവാത്ത ഏതെങ്കിലും അടുക്കള ഉണ്ടാവോ? ഏത് നാടൻ വിഭവമായാലും അതിൻ്റെ പാചകത്തിൽ ഇഞ്ചി കൂടി ചേർത്താൽ കറിയുടെ രുചി അല്പം കൂടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഞ്ചി നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മുടിയുടെ സംരക്ഷണത്തിനും മുടി വളർച്ചയ്ക്കും ഇഞ്ചി ഫലപ്രദമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഇഞ്ചി വെച്ചിട്ട് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷാമ്പുവും ഒരു ഓയിലും ഞാനിന്ന് തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ നിന്നും 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇതാ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അപ്പൊ ഇതിന്റെ തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. തൊലിയോടുകൂടി തന്നെ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ അതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ചെറിയ സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എണ്ണം എടുക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് സവാള. നമ്മുടെ മുടിയുടെയും ആരോഗ്യം നിലനിർത്താൻ സവാള ഒരുപാട് സഹായിക്കും. സവാള നരച്ച മുടി തടയാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ പുതിയ മുടി വളരാനും ഒക്കെ സഹായിക്കും. സവാളയിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തലയോട്ടിലെ റൂട്ട്സിന് ബലം കൊടുത്ത് നിർത്തുന്നതിനും വട്ടത്തിൽ മുടി കൊഴിയുന്നതും ചൊറിച്ചിലും അതുപോലെ തന്നെ പോലുള്ള താരൻ മാറാനും ഒക്കെ സഹായിക്കും. ചുറ്റി കയറുന്നത് മാറി കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് അവിടെ ഫില്ലാവാനും ഒക്കെ ഈ സവാള നല്ലതാണ്. തലയൊട്ടിലെ റൂട്ട്സിനെ ബലം കൊടുത്ത് നിർത്താനും ഒക്കെ സവാള ഒരുപാട് സഹായിക്കും. ഈ സവാളയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഹെൽത്തിന് മാത്രമല്ല മുടി വളരാനും കട്ടി കൂട്ടാനും അതുപോലെ തന്നെ താരൻ മാറാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കും. മുടി പൊഴിച്ചിൽ കുറയ്ക്കാനും വരണ്ട മുടിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും കഷണ്ടി നിയന്ത്രിച്ച് മുടിയുടെ കട്ടി കൂട്ടാനും ഒക്കെ ഒരുപാട് ഉലുവ സഹായിക്കും. നെറ്റി കയറി വരുന്നവർക്കും തലയോട്ടി ഡ്രൈ ആയി ഇരിക്കുന്നവർക്കും ഒക്കെ മുടി ആരോഗ്യത്തോടെ വളരാനും ഇത് സഹായിക്കും. ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ സ്വിച്ച് ഇട്ടതുപോലെ മുടി പൊഴിച്ചിൽ നമുക്ക് മാറി കിട്ടുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. നമുക്ക് വേണ്ടത് ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. ഈ ചായപ്പൊടി തലമുടി പെട്ടെന്ന് വളരുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പലതരത്തിലുണ്ടാകുന്ന മുടി പൊഴിച്ചിൽ മാറുന്നതിനും ചായപ്പൊടി സഹായിക്കും. കഷണ്ടി ഉള്ളവർക്ക് കഷണ്ടി മാറ്റുന്നതിനും മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടുന്നതിനും ഒക്കെ ഈ ചായപ്പൊടി വളരെ നല്ലതാണ്. നരച്ച മുടി ഉള്ളവർക്ക് നര മാറ്റി നല്ല കറുത്ത നിറത്തിലുള്ള മുടി വളരുന്നതിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ചായപ്പൊടി. അതുപോലെ തന്നെ ചായപ്പൊടി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഏത് തരത്തിലുള്ള മുടി പൊഴിച്ചിലും മാറി മുടി വളർച്ച വേഗത്തിൽ വളരാനും ഒക്കെ ഈ ചായപ്പൊടി ഒരുപാട് നല്ലതാണ്. ഈ ഒരു ചായപാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ് അളവിലാണെന്നുണ്ടെങ്കിലും ഗ്ലാസ് അളവിലാണെന്നുണ്ടെങ്കിലും 2 കപ്പോ അല്ലെങ്കിൽ 2 ഗ്ലാസോ വെള്ളം അളന്നെടുക്കുക. 2 കപ്പ് വെള്ളം വറ്റിച്ച് 1 കപ്പാക്കി എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇടാം. ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചായപ്പൊടി അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടുള്ളൂ. നമ്മളെടുത്ത 2 കപ്പ് വെള്ളം വറ്റി 1 കപ്പാക്കി എടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. ഇപ്പം ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 12 മിനിറ്റ് ഒക്കെ എടുത്തുള്ളൂ. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ലോണം വറ്റി 1 കപ്പായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെച്ചിട്ട് ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക.
എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്ത് ഒരു കനത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് എണ്ണയാണ് എടുക്കുന്നത്. ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക. ഇതിലേക്ക് ചൂടായി കിടക്കുന്ന ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മൾ 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, 2 ടേബിൾ സ്പൂൺ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് അളവിൽ എണ്ണയ്ക്ക് 2 ടേബിൾ സ്പൂൺ മതിയാകും. എണ്ണ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചി അതിലേക്ക് നേരിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവണം. എന്നാൽ മാത്രമേ ഇഞ്ചിയുടെ ഈ സത്തൊക്കെ എണ്ണയിൽ നമുക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക, കൂട്ടി വെക്കരുത്. നല്ലൊരു ബ്രൗൺ കളർ ഇഞ്ചി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഇഞ്ചിക്കറിയോ ഇഞ്ചിപ്പുളിയോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ എണ്ണ നല്ല ചൂടാണ്. ഇനി ഇതിന്റെ ചൂടൊക്കെ നല്ലോണം ഒന്ന് മാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം എന്താ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പേ കൂടി അരിച്ചൊഴിക്കാം. ഇനി ഇതിന്റെ നീര് മുഴുവനും വീണ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഇതിന്റെ നീര് മുഴുവനും എടുക്കാം. ഇതാ സ്പാച്ചിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതിൻ്റെ നീര് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷാമ്പു ആണ്. ഞാനിപ്പോൾ വീര്യം കുറഞ്ഞ ഷാമ്പു എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഷാമ്പു ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, 2 ടീസ്പൂൺ ഷാമ്പു എടുത്താൽ മതിയാകും. വീര്യം കുറഞ്ഞ ഷാമ്പു തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലോണം പതഞ്ഞ് വരുന്നത്. നല്ലൊരു മണമാണ്. നമ്മുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഷാമ്പു ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും ഈ ഷാമ്പു വളരെയധികം ഉപകാരപ്രദമാണ്. മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിയിഴകൾ തുടർച്ചയായിട്ട് പൊട്ടിപ്പോകുന്നത്. മുടി ചീകി വൃത്തിയാക്കുന്ന സമയങ്ങളിൽ വേണ്ടത്ര ജലാംശം ഇല്ലാതെ വരികയും അതുമൂലം പോഷകങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ് മുടിയിഴകൾ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഈ ഷാമ്പു. അപ്പൊ ഈ ഷാമ്പു സ്കാൽപ്പിലും തലയിലും മുഴുവനും മുടി ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും വെക്കുക. 10 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നാൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ തലയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ മുടി പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് എഫക്റ്റും ഇതിനില്ല. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളയുകയോ കുളിക്കുകയോ ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇത് ആദ്യം തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ഉപയോഗിക്കുക. തലയോട്ടി സംബന്ധമായ ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചൊറിച്ചില്, മുടി പൊഴിച്ചില്, താരൻ അങ്ങനെയുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഇഞ്ചി എണ്ണ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് തലയോട്ടിയിലും മുടിയിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മുതൽ 30 മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ഈ ഷാമ്പു അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല കനം വെക്കുകയും നീളം കുറഞ്ഞ മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലും കനത്തോടും കൂടി വളരുകയും ചെയ്യും. സഹിക്കാൻ പറ്റാത്ത മുടി പൊഴിച്ചിലാണെന്നുണ്ടെങ്കിൽ പോലും വെറും 3 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എണ്ണയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. അതൊന്ന് നമുക്ക് ഒരു അരിപ്പേ കൂടി അരിച്ചിട്ടെടുക്കാം. ഇപ്പൊ അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുടിയിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇഞ്ചി എണ്ണയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള ഇഞ്ചി എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള മുടിപൊഴിച്ചിലായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കായാലും കഷണ്ടി ഉള്ളവർക്കും അങ്ങനെ ഏത് തരത്തിലുള്ള മുടിപൊഴിച്ചിലായാലും ഈ ഷാമ്പു അപ്ലൈ ചെയ്ത് നോക്കുക. ചൊറിച്ചിലും താരനും ഒക്കെ മാറ്റി മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിനും പൊട്ടിയ മുടികൾക്ക് നല്ല നീളം വെക്കുന്നതിനും അതുപോലെ പേൻ, ഈരി എല്ലാം തലയിൽ നിന്ന് മാറ്റുന്നതിനും ഈ ഷാമ്പു വളരെ ഉപകാരപ്രദമാണ്. ഞാനിപ്പോൾ തയ്യാറാക്കിയത് ഒരാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം തലയിൽ തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 2 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 1 ദിവസം മാത്രം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
നമ്മുടെ മുടി പൊഴിയാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത് നമുക്ക് തന്നെ അതിന്റെ മാറ്റം കണ്ടറിയാൻ പറ്റും. 3 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കരുത്. മുടിക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് തയ്യാറാക്കി എടുത്താൽ മതിയാകും. നിങ്ങൾ എല്ലാവരും ഇഞ്ചി വെച്ചിട്ടുള്ള ഈ ഓയിലും ഷാമ്പൂവും തയ്യാറാക്കി നോക്കുക. അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇഞ്ചി എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഷാമ്പു ഉപയോഗിക്കാവൂ. എന്നാൽ മാത്രമേ ആ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മുടി പൊഴിച്ചിലൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് മുടി നല്ല തിളക്കവും നല്ല സ്മൂത്തും ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്